നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. യൂട്യൂബിൽ ഒരു കിടിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിലൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസിൽ ഇനി മില്യൻസ് വ്യൂ വരാനായിട്ട് പോവുകയാണ്. എന്താണ് ഈ അപ്ഡേറ്റ് വരുന്നത്, എങ്ങനെയാണ് ഈ അപ്ഡേറ്റിലൂടെ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യൂട്യൂബ് ഷോർട്സ് എന്തിനാണ് കൊണ്ടുവന്നത്. നേരത്തെ യൂട്യൂബിൽ ഷോർട്സ് ഇല്ലായിരുന്നു, ലോങ് വീഡിയോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ റീൽസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുമായിട്ട് ഇൻസ്റ്റാഗ്രാം വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ മൊത്തം ഇൻസ്റ്റാഗ്രാമിലേക്ക് പോവുകയും റീൽസ് കാണാൻ തുടങ്ങുകയും ചെയ്തു. ആ ഒരു സമയത്ത് യൂട്യൂബിന് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, അതായത് യൂട്യൂബിനുള്ളിൽ തന്നെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആക്കി ഷോർട്സ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. പക്ഷേ റീൽസിനോട് ഇടിച്ചു നിൽക്കാനായിട്ട് ഇപ്പോഴും ഷോർട്സിന് പറ്റിയിട്ടില്ല. കാരണം റീൽസിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ വ്യൂ ആണ് വരുന്നത്. അതിന് കാരണം എന്താണെന്നും യൂട്യൂബിൽ എന്തുകൊണ്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത്രയും വ്യൂ വരുന്നില്ല എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ ഒരു കാര്യം ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന വീഡിയോ ഉണ്ടോ, ഇതിന് 2.8 മില്യൺ വ്യൂസ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഫേസ്ബുക്കിലും ഏകദേശം നല്ല രീതിയിൽ റീച്ച് ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടിയായിരുന്നു. പക്ഷേ ഈ സെയിം വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അവിടെ കിട്ടിയ വ്യൂ നിങ്ങളൊന്ന് നോക്കി, 493 വ്യൂ. സെയിം കണ്ടന്റ് ആണ്, സെയിം വീഡിയോയിൽ ചെറിയൊരു മാറ്റം, വീഡിയോയുടെ ഔട്ട്രോയിൽ മാത്രം മാറ്റം വരുത്തിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. പക്ഷേ അവിടെ കിട്ടിയത് വെറും 493 വ്യൂ ആണ്. ഇതാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയധികം വ്യൂ കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതും ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ആക്കി അതിനുശേഷം ഒരു വീഡിയോ പ്ലേ ചെയ്തു. ഇനി ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോകൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വിട്ടു പോകുന്ന, അതായത് ഒരു സെക്കൻഡ് പോലും കാണാതെ പോകുന്ന വീഡിയോകൾക്ക് എനിക്കൊരു വ്യൂ ഇൻസ്റ്റാഗ്രാമിൽ കൗണ്ട് ആവുന്നുണ്ട്. പക്ഷേ യൂട്യൂബിൽ ഇങ്ങനെയില്ല. അതായത് ഞാൻ ഈ വീഡിയോ വീണ്ടും തിരിച്ചു വന്ന് ഒന്നുകൂടി ഇതിൽ വന്നു, വീണ്ടും പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു. അപ്പം റീവാച്ച് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിന്റെ അനലിറ്റിക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ വാച്ച് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോയെന്ന് പറഞ്ഞാലും അതൊരു വ്യൂ ആയിട്ട് ഇൻസ്റ്റാഗ്രാം കൗണ്ട് ചെയ്യും. പക്ഷേ യൂട്യൂബിന്റെ കേസിൽ ആ ഒരു വീഡിയോ മിനിമം 3 സെക്കൻഡെങ്കിലും വാച്ച് ചെയ്തെങ്കിൽ മാത്രമേ അതൊരു വ്യൂ ആയിട്ട് യൂട്യൂബ് കണക്കാക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് യൂട്യൂബിൽ നമുക്ക് കുറച്ച് വ്യൂ കിട്ടുന്നത്. സെയിം കണ്ടന്റ് ഇട്ടാലും യൂട്യൂബിൽ കുറച്ച് വ്യൂ കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമല്ല. കൂടുതലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവർക്ക് കൂടുതൽ വ്യൂ കിട്ടുന്ന എവിടെയാണോ അവിടെയാണ് അവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുക. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ വ്യൂ കിട്ടുന്നതുകൊണ്ട് കൂടുതലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻസ്റ്റാഗ്രാമിലാണ്, അവിടെയാണ് കൂടുതൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ യൂട്യൂബിലും പുതിയ അപ്ഡേറ്റിലൂടെ നിങ്ങളുടെ വീഡിയോകൾ 3 സെക്കൻഡ് വാച്ച് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു പോകുന്ന വഴിക്ക് നിങ്ങളുടെ വീഡിയോകൾ അതിന്റെ ഇടയ്ക്ക് കയറി വന്നാൽ അതൊരു വ്യൂ ആയിട്ട് കൗണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് മില്യൻസ് വ്യൂ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്ന പോലെ ഇനി യൂട്യൂബിലും കിട്ടും. പക്ഷേ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഈ 10 മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് വീഡിയോസിന്റെ ത്രൂ യൂട്യൂബിൽ മോണിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന വ്യൂ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ക്ലിയർ ചെയ്തേക്കാം. അങ്ങനെ മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസിൽ കിട്ടുന്ന വ്യൂസ് ഇനി 2 രീതിയിലായിരിക്കും, സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. ഒരെണ്ണം നോർമൽ ആയിട്ട് കിട്ടുന്ന ടോട്ടൽ വ്യൂ ആയിട്ട് കൗണ്ട് ചെയ്യും, മറ്റൊരെണ്ണം എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 3 സെക്കൻഡെങ്കിലും വാച്ച് ചെയ്യപ്പെട്ട ഷോർട്സ് ആയിരിക്കണം. അങ്ങനെയുള്ള കാറ്റഗറിയിലാണ് ഈ എൻഗേജ്ഡ് വ്യൂസ് വരുന്നത്. അപ്പൊ എൻഗേജ്ഡ് വ്യൂസിൽ വരുന്ന വീഡിയോകളായിരിക്കും ഈ 10 മില്യന്റെ ആ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് വരാനായിട്ട് പോകുന്നത്. അല്ലാത്തത് നിങ്ങളുടെ വീഡിയോയിൽ ടോട്ടൽ വ്യൂ ആയിട്ട് ഈ സ്വൈപ്പ് ചെയ്ത് പോകുന്നതിന്റെ ഇടയ്ക്കൊക്കെ കയറി വരുന്ന റീൽസ് വാച്ച് ചെയ്തില്ലെങ്കിലും അതിനിടയ്ക്ക് കയറി വന്നു കഴിഞ്ഞാൽ അത് ടോട്ടൽ വ്യൂവിൽ ഒരു വ്യൂ ആയിട്ട് കൗണ്ട് ആവുകയും അങ്ങനെ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസിൽ കൂടുതൽ വ്യൂസ് ലഭിക്കുകയും ചെയ്യും. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ ഈ ഒരു കാര്യം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് നമുക്ക് സാധാരണ പ്രയോജനം ഉള്ളത്, അതുപോലെ തന്നെ യൂട്യൂബിലും പ്രയോജനം ഉണ്ടാകും. ചിലപ്പം പ്രൊമോഷൻസിനൊക്കെ തന്നെ നല്ല രീതിയിൽ ഇത് നമുക്ക് പ്രയോജനം ചെയ്യും. കാരണം വ്യൂ ഷോർട്ട് വീഡിയോസിന് വളരെ കുറവാണ് ഇപ്പം, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ചെയ്യപ്പെടും. കൂടുതൽ എൻഗേജ്മെന്റ് നമ്മുടെ വീഡിയോയിലേക്ക് വരാൻ സാധ്യതയുണ്ട്, നമ്മുടെ ചാനലിൽ എൻഗേജ്മെന്റ് കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഇതിലൂടെ നമ്മുടെ ചാനലിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂ കിട്ടുന്നുണ്ടോ അതോ വളരെ ശോകമായിട്ടാണോ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ഈ വീഡിയോയുടെ താഴെ മറക്കാവുന്ന കമന്റ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ എടുത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.